ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാന് ഫ്രഷായി അടുക്കളയിൽ കയറി ഫസ്റ്റ് കാപ്പി വയ്ക്കാൻ പോവാണ് ട്ടാ. ഞങ്ങൾക്ക് ചക്കപ്പേരി കിട്ടിട്ടാ. ചക്കപ്പേരി ഇല്ല, പച്ചച്ചക്ക കിട്ടിയിട്ട ഉപ്പേരിക്ക്. ഇതുവരെ തിന്നുണ്ടായിരുന്നില്ല. ഇടിച്ചക്ക കഴിഞ്ഞ പിന്നെ പഴുത്ത ചക്ക തിന്നത്. അതിന്റെ നടുവിൽ പച്ചച്ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ അമ്മ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു ചക്ക ഇട്ട് കൊണ്ടൊക്കെ ഉപ്പേരിക്ക് പാകമായിണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ പോയി ചക്കയൊക്കെ ഇട്ട് കൊടുന്നു ഞങ്ങള്. പക്ഷെ ഇന്നേക്ക് അത് വെച്ചാണ്ടല്ലോ പഴുക്കും. അപ്പൊ ഇന്നലെ തന്നെ വൈകിട്ട് ഞങ്ങള് കൊത്തി അരിഞ്ഞ് വേവിച്ചിടാം, ഇന്ന് മുളകിടാന്ന് വിചാരിച്ചിട്ട് എല്ലാം വേവിച്ചിട്ടു. പക്ഷെ ചക്ക വേവിച്ചും കൂടെ ഇട്ടപ്പോ പിന്നെ കൊതി സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഇന്നലെ കുറച്ച് ഈ പാത്രം നിറച്ചിണ്ടായിരുന്നു ട്ടാ. അപ്പൊ ഇതിലെ പകുതി എടുത്തിട്ട് ഞാൻ ഇന്നലെ മുളകിട്ടിട്ട് രാത്രി തന്നെ കഴിച്ചുട്ടാ. ബാക്കി ഈ ചക്ക ഇട്ട് ചക്കപ്പേരി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനല്ലേ. പഴുത്ത ചക്കി ഇടിഞ്ഞക്കി എല്ലാ ചക്കയുടെ ഏത് പാകമായാലും എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടുന്നതാണ്, ഭയങ്കര പ്രിയമുള്ളതുമാണ്. അപ്പൊ ചായക്ക് നല്ല കട്ടൻ ചായയും ചക്കുപ്പേരി. ദോശമാവ് ഉണ്ട് കേട്ടോ, കുറച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഉണ്ടാക്കി. പിന്നെ ഇന്ന് മഷ്റൂമാണ് കേട്ടോ ചോറിന്. രണ്ടെണ്ണം എടുക്കാം അല്ലേ. ഒരെണ്ണം വെച്ചുണ്ടാവില്ല, അപ്പൊ രണ്ടെണ്ണം വാങ്ങിച്ചു. രണ്ടെണ്ണം കഴിയാണ്ടൊന്നും ഇവിടെ ഇരിക്കില്ല. മഷ്റൂം ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഫ്രണ്ട്സ്, ചോറിന്റെ വെള്ളം തിളച്ചു കിട്ടും. അപ്പൊ ഞാനിനി അരി ഒന്ന് കഴുകിയിട്ടെ. ചെമ്മീന്റെ കാര്യം പറയാൻ പറഞ്ഞോട്ടാ. ചെമ്മീൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് ഇന്നലെ നന്നാക്കി പുറത്തേക്ക് എടുത്ത് വെച്ചുട്ടാ. ചെമ്മീൻ കറി വെച്ചു, ചെമ്മീൻ റോസ്റ്റ് വെച്ചു അടുത്ത്. അപ്പൊ ഇന്ന് ചെമ്മീൻ 65 ഉണ്ടാക്കാട്ടാ. വറുത്ത് കഴിഞ്ഞാൽ ദേവുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് റോസ്റ്റിനായാലും അവൾ ആ വറുത്തത് എടുത്തിട്ടാ കഴിക്കുക. അപ്പൊ അവൾക്ക് കുറച്ച് 65 ഉണ്ടാക്കി കൊടുക്കാം. പാല് കളച്ചുട്ടാ. ദേവുട്ടിക്ക് കാപ്പി വേണോ? ദേവുട്ടാ, വേണമെന്നാണോ? ആ കുറച്ച് നേരത്തെ എണീറ്റുണ്ട്. ഇന്നലെ നേരം വൈകി ആകെ. സ്കൂൾ വണ്ടി വരുമ്പോ അവളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നേരത്തെ എണീക്കാൻ പറഞ്ഞിട്ട് ചീത്ത കേട്ടപ്പോ നേരത്തെ എണീറ്റുണ്ട് കേട്ടാ. ഇനി ഞാൻ സബോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. മഷ്റൂമിനുള്ളത്. ചെമ്മീനിൽ ഐസ് ഇട്ടിട്ടില്ല. അതിൽ മസാല തിരുമ്പി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം ആവും. കണ്ണിന് നല്ല വെള്ളം വരുന്നു കേട്ടോ. അയ്യോ, ചില ദിവസം സബോള അരിയുമ്പോ കരയേയില്ല. ചില ദിവസം ആദ്യം തൊട്ട് അവസാനം വരെ കരച്ചിലാവും. ഒന്ന് ചക്കപ്പേരി മുളകിടാനും ഒന്ന് നമ്മുടെ മഷ്റൂം റെഡിയാക്കാനാണ് കേട്ടോ.
പച്ചക്കറിവേപ്പില, ചക്കപ്പേരിയിൽ എപ്പോഴും നമ്മൾ ചോളം മാത്രം അരിഞ്ഞിടാണ്ട് 4 കുരുവും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കപ്പേരി തിന്നുമ്പോൾ ആ കുരുവും കൂടെ കടിക്കുമ്പോഴാണ് ചക്കപ്പേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് ഉള്ളത്. കുറച്ച് ഉപ്പേരിമുളക് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉപ്പേരിമുളക് ഉള്ളത് ഞാൻ നല്ല വൈകിട്ട് ഇടുമ്പോൾ ഇട്ടു, ഇന്നൊക്കില്ല. എല്ലാവരും ചക്കപ്പേരി കഴിച്ചാ? ഞാൻ ഇടിച്ചക്കയുടെ വീഡിയോ ഇട്ടപ്പോൾ ചിലത് ചക്ക കണ്ടിട്ടേ ഇല്ല അപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിരുന്നു. ചക്കയൊക്കെ നിറയെ വിൽക്കാൻ വെച്ചതൊക്കെ കാണാൻ തരുക. അതാണ് പച്ചച്ചക്ക വിൽക്കാൻ പറ്റുമോ? ഇടിച്ചക്ക വിൽക്കാൻ പറ്റും. പിന്നെ പഴുത്തതിന് വിൽക്കാൻ പറ്റുമോ? അത് നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന സാധനമല്ലേ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കാൻ കേട്ടോ. ചെമ്മീനിലെ മസാല കൂട്ടണം. അപ്പോൾ നമ്മുടെ ചക്കപ്പേരി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ചക്കപ്പേരി കഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചെന്നെ കഴിക്കുള്ളൂ കേട്ടോ. രാവിലെ നേരായ കാരണം അധികം അങ്ങോട്ട് ഇറങ്ങില്ല. ഇതേട്ടാ ഇതാട്ടാ അമ്മയോട് വിളമ്പി വെച്ചിട്ടേട്ടാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി കട്ട് ചെയ്തിട്ടില്ല. തക്കാളി കട്ട് ചെയ്തിട്ടോ. ഇനി നമ്മുടെ ചെമ്മീൻ റെഡിയാക്കാം കേട്ടോ. ചെമ്മീനിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് കോൺഫ്ലവർ കേട്ടോ. 1 സ്പൂണൊക്കെ മതിയാവും. ഒരു ഇച്ചിരി മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ്, ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അയ്യോ പാകത്തകണ്ട് കൊണ്ടിയായി. കൈ കൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്താ ഞാൻ ഉപ്പിട്ടില്ലേ. ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചേർത്തില്ല. ഒന്നാമത് നന്നാക്കിയിട്ടില്ല. പിന്നെ വെളുത്തുള്ളിയുടെ വിലയും അപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു. രണ്ടും കൂടി 2 കാരണമുണ്ട്.
ഞാനും മസാല തിരുമ്പി വരുമ്പോഴേക്കും സവോള അടി പിടിച്ചു കഴിഞ്ഞില്ല. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടാ മഷ്റൂം ക്ലീൻ ചെയ്യാം. തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് തക്കാളി കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇങ്ങനെ കഴുകിയെടുക്കാൻ മതിയേക്കാം. കുറച്ച് പീക്കിരി മഷ്റൂം അല്ല കേട്ടോ, കുറച്ച് വലുതാ. നമ്മുടെ മുളകും പൊടി, മല്ലിപ്പൊടി മൂത്തുട്ടാ. തക്കാളി ഇനി നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, അതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം പാകത്തിനാക്കിയിട്ട് മൂടിയിട്ട് കൊടുത്താൽ മതി. അയ്യോ, ഇപ്പൊ തന്നെ ചീനച്ചട്ടി മറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ചെമ്മീൻ വറക്കുക. അതേപോലെ ഈ മഷ്റൂം എല്ലാം കൊണ്ടുവന്ന അവൾക്ക് കാളം മതി. ഇന്നലത്തെ കാളം ഇരിക്കണ്ടില്ല. കാളം പിന്നെ ഇരുന്നാലും കേടൊന്നും വരില്ലല്ലോ. അപ്പോൾ അവൾക്ക് അത് മതി എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. അവൾ ഇന്നലെ രാത്രി അതെ കാളം കൂട്ടിയിട്ട് ഞാട്ടാ ചോറുന്നത്. അപ്പോൾ അതന്നെ മതി, ഇതൊന്നും വേണ്ടാന്നാ പറഞ്ഞത്. പിന്നെ അവൾക്ക് മഷ്റൂം കുറച്ച് പിന്നാക്കുക, കാരണം അത് കടിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ മസാലയൊക്കെ എടുക്കും, അത് കടിക്കുമ്പോൾ പനീർ അതിനോടൊക്കെ അവൾക്ക് കുറച്ച് പിന്നാക്കാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ആൾ ഞാനാണ്. മഷ്റൂം ആയാലും പനീറായാലും ചിക്കനും ബീഫിനും ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഫേവറേറ്റ് മഷ്റൂമും പനീറൊക്കെയാണ്. പക്ഷെ ദേവട്ടി നേരെ ഓപ്പോസിറ്റാ. അങ്ങനത്തെ കഷ്ണങ്ങളൊന്നും അവൾക്ക് കടിക്കാൻ ഇഷ്ടമില്ല. അവൾക്ക് ചിക്കനും ബീഫൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളൂ. ഓരോന്നെടുത്തിട്ട് ഇടണം, അല്ലെങ്കിൽ ആകെ ഒട്ടി പിടിച്ച മാതിരി ഇടാവും. ഞാൻ കയ്യുമാക്കേണ്ട എളുപ്പപ്പണിക്ക് ചെയ്തതാണ് കേട്ടോ. കണ്ടാ അതിന് വെള്ളം വന്നുകൊണ്ടിരിക്കണേ. ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നിട്ടാം. കറിവേപ്പിലയും പച്ചമുളകൊക്കെ ലാസ്റ്റ് നമുക്ക് വറുത്തിട്ടിരുന്നെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യണില്ല. കണ്ടാ, ഇതാണ് നമ്മുടെ 65. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം.
കൂടി ആവുന്നുണ്ട്. കുറച്ച് ഗരം മസാല പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ. ഞാൻ ഗരം മസാല പൊടി ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തോ ഒരു കുറവ് മാതിരിയാണ്. ദേവതാ കാള് നമ്മ ചോറിന്റെ ഒപ്പം ഇടാൻ വേണ്ടി വേറെ പാത്രത്തിലാക്കാൻ വേണ്ടേ? അല്ല, മീനല്ല അമ്മ ചോദിച്ചേ. കാളൻ മീൻ അമ്മ പാത്രത്തിലാക്കി തരാം. കാള നമ്മ ചോറിന്റെ മേലിടാം. കുറച്ച് അച്ചാറും കൊടുക്കാം. പിന്നെ ചെമ്മീൻ്റെ പാത്രത്തിലാക്കി കൊടുക്കാം. മീനായ കാരണം ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ചെമ്മീൻ സ്മെല്ലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാ. 3 ഇട്ടാൽ മതി എന്നാ പറഞ്ഞു കൊടുക്കണത്. പക്ഷേ ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കഴിഞ്ഞിട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനി രാത്രിയാകുമ്പോൾ ദേവൂട്ടിക്ക് ആഴ്ച കൊടുക്കാം. ചൂടോടെ നമ്മുടെ മഷ്റൂമും ഇവിടെ സെറ്റായിട്ട് ഗരം മസാല പൊടി ഇട്ടപ്പോൾ കുറവ് നികന്ന മാതിരിയായി. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മഷ്റൂം മസാലയും റെഡിയായി. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പം ഇനി ദോശയ്ക്ക് ഇച്ചിരി ചട്നി അരയ്ക്കണം. ഇനിയിപ്പോൾ ഇത് കൂട്ടി കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്തായാലും കുറച്ച് ചട്നി അരയ്ക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. എല്ലാവരുടെ കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കൂടെ ഒന്നും അങ്ങനെ പറയണില്ല എന്നുള്ളത്. എല്ലാവരുടെ കമൻസും വായിക്കുന്നുണ്ട്, റിപ്ലൈ ഞാൻ തരുന്നുണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ. വെള്ളം കുപ്പി